ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അതർഹിക്കുന്നതിൻ്റെ ഗൗരവത്തിൽ വസിയ്യത്ത് ചെയ്യുക. റഹ്മറാഹിമായ തമ്പുരാൻ അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്റെ മുഅ്ജിസത്തുകളിൽപ്പെട്ട അഖീദപരമായി ചരിത്രപരമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കി പോന്നിട്ടുള്ള ഒരു ചരിത്രമാണ്, മുഅ്ജിസത്താണ് ഇസ്രാ മിഅ്റാജ് എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ചരിത്ര പശ്ചാത്തലവുമായി കൊണ്ട് നമ്മൾ വിശദീകരിച്ച് നിർത്തിയിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം ആകാശ ആരോഹണങ്ങൾ, യാത്രകൾ നടത്തി എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്ന ഹദീസിൽ കാണാം, ഫലമ്മാ ജിഅ്തു ഇലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലസ് സമാഇ ദുനിയാ ഖാല ജിബ്രീൽ. ഭൂമി ആകാശത്തോട് ഏറ്റവും ഭൂമിയുമായി കൊണ്ട് അടുത്ത് നിൽക്കുന്ന ഒന്നാം ആകാശത്തിലേക്ക് ഞങ്ങൾ എത്തി. പ്രവാചകന്റെ കൂടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഉണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ലിഹാസിനിസ് സമാഇ ഇഫ്തഹ്, ഒന്നാം ആകാശത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ അതിന് കാവൽക്കാരുണ്ട്. ആ കാവൽക്കാരോട് വാതിലുകൾ തുറക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആ സമയത്ത് കാവൽക്കാരൻ ചോദിച്ചു, മൻ ഹാദ, നിങ്ങൾ ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഹാദാ ജിബ്രീലുൻ, ഞാൻ ജിബ്രീലാണ്. കാവൽക്കാർ വീണ്ടും ചോദിച്ചു, ഹൽ മഅക അഹദുൻ, നിങ്ങളുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉത്തരം കൊടുത്തു, ഖാല നഅം, അതെ, മഈ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ കൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയുണ്ട്. ഈ സമയത്ത് കാവൽക്കാർ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചത്, ഉർസില ഇലൈഹി, അദ്ദേഹത്തെ ഇവിടേക്ക് പ്രവേശിക്കാനുള്ള അനുമതികൾ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ടോ, അയക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കപ്പെട്ടു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉത്തരം നൽകി, നഅം, അതെ എന്ന്. ആ സമയത്ത് ഒന്നാം ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും ഫലമ്മാ ഫതഹ അൽവാനസ് സമാഇ ദുനിയ, ആ ഒന്നാം ആകാശത്തിന്റെ കവാടത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും പ്രവേശിച്ചു.
ആ പ്രവേശിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കാണുന്നത് ഫഇദാ റജുലുൻ ഖാഇദുൻ, അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അയാളുടെ അലാ യമീനി അസ്വദി വ അലാ യസാരി അസ്വദത്തുൻ, അയാളുടെ വലതുഭാഗത്ത് കുറേ മനുഷ്യരൂപങ്ങളുണ്ട്, അയാളുടെ ഇടതുഭാഗത്തും കുറേ മനുഷ്യരൂപങ്ങളുണ്ട്. ഈ ഇരിക്കുന്ന മനുഷ്യൻ വലതുഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് ലഹിക, ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇരിക്കുന്ന മനുഷ്യൻ ഇടതുഭാഗത്ത് നോക്കിക്കൊണ്ട് ബക്ക, കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ഇരിക്കുന്ന മനുഷ്യൻ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മർഹബൻ ബിൻ നബിയ്യു സ്വാലിഹ, സദ്വൃത്തരായ പ്രവാചകരെ നിങ്ങൾക്ക് സ്വാഗതമെന്ന്. വൽ ഇബ്നു സ്വാലിഹ, വൽ ഇബ്നു സ്വാലിഹ, സ്വാലിഹായ പുത്ര നിങ്ങൾക്ക് സ്വാഗതമെന്ന് ആ ഇരിക്കുന്ന മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി. ഈ സമയത്ത് ഫഖാലത്ത്, ഞാൻ ചോദിച്ചു, ലിജിബ്രീല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, മൻ ഹാദാ, ഇത് ആരാണ്? ഖാല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഹാദാ ആദമുൻ, ഈ ഇരിക്കുന്നതാരാണ്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അദ്ദേഹം വലതുഭാഗത്ത് നോക്കിക്കൊണ്ട് ചിരിക്കുന്നുണ്ട്, ഇടതുഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം കരയുന്നുമുണ്ട്. ഈ മനുഷ്യരൂപമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മക്കളുടെ ആത്മാക്കളാണ്, അദ്ദേഹത്തിന്റെ മക്കളുടെ ആത്മാക്കളാണ്. വലതുഭാഗത്തുള്ള ആത്മാക്കൾ അഹ്ലുൽ ജന്ന, അത് സ്വർഗത്തിന്റെ ആളുകളാണ്. ആ സ്വർഗത്തിന്റെ ആളുകളിലേക്ക് നോക്കിക്കൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലഹിക, ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുഭാഗത്തും അദ്ദേഹത്തിന്റെ മക്കളുണ്ട്, മക്കളുടെ ആത്മാക്കളുണ്ട്. ആ ഇടതുഭാഗത്തുള്ള ആളുകൾ അഹ്ലുന്നാർ, അത് നരകത്തിന്റെ ആളുകളാണ്. ആ നരകത്തിന്റെ ആളുകളിലേക്ക് നോക്കിക്കൊണ്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബക്കാ, അവിടുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മിഅ്റാജിന്റെ രാത്രിയുടെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാം ആകാശത്തിലേക്ക് പ്രവേശിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കണ്ട കാഴ്ച ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ ജിബ്രീലിന്റെ കൂടെ അതാ അങ്ങനെ തുടർന്നുകൊണ്ട് ആകാശങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ കയറിയ സമയത്തതാ അവിടുന്ന് ഒരുപാട് പ്രവാചകരെ കണ്ടു. ആദം നബിയെ കണ്ടതുപോലെ യൂസുഫ് നബിയെ, ഇദ്രീസ് നബിയെ, യഹ്യാ നബിയെ, ഈസാ നബിയെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇങ്ങനെയുള്ള പ്രവാചകന്മാരുമായി കൊണ്ട് കണ്ടുമുട്ടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സംസാരിക്കുകയും ചെയ്തു എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ആ യാത്രയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ വിധികൾ മലക്കുകൾ പേന കൊണ്ട് എഴുതി വെക്കുന്ന ശബ്ദങ്ങൾ അവിടുന്ന് കേട്ടിട്ടുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ 7 ആകാശങ്ങൾക്കപ്പുറം ബൈത്തുൽ മഅ്മൂറിലേക്ക് പ്രവാചകൻ എത്തിച്ചേർന്നു. 7 ആകാശങ്ങൾക്കപ്പുറം എത്തിച്ചേർന്നത് എവിടെയാണ്? ബൈത്തുൽ മഅ്മൂറിലാണ്. അവിടെ നിന്നതാ പ്രവാചകൻ സിദ്റത്തുൽ മുൻതഹയിലേക്ക് ഉയർത്തപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അവിടെ വെച്ചുകൊണ്ടാണ് എനിക്ക് 5 നേരത്തെ നമസ്കാരങ്ങൾ നിർബന്ധമാക്കിയിട്ടുള്ളത്. അവിടെ നിന്നാണ് പ്രവാചകന് സ്വർഗവും നരകവും കണ്ടിട്ടുള്ളത്. അതിനുശേഷം ആകാശങ്ങളുടെ ഉന്നതകളിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ജിബ്രീലിന്റെ കൂടെ ഞാൻ യാത്രയായി. അവിടെ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുറാക്കിൽ കയറിക്കൊണ്ട് മക്കയിലേക്ക് തന്നെ
തിരിച്ചു പോന്നിട്ടുള്ളത്. സുബഹി നമസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ എത്തിച്ചേരുകയും ചെയ്തു. അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകൾ ഇസ്രാ മിഅ്റാജിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ബുഹാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ചില ഹദീസുകൾ നമ്മൾ വായിക്കപ്പെടേണ്ടതുണ്ട്, ചില ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട്. ഉമാമ റളിയല്ലാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്, മിഅ്റാജിന്റെ രാത്രിയിൽ സ്വർഗത്തിൽ നിന്ന് ആ സ്വർഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുകയുണ്ടായി. ആ സ്വർഗത്തിൽ നിന്ന് പ്രവാചകൻ അവിടെ കാണുന്ന രംഗം എന്താണ്? ഒരുപാട് ആളുകൾ ആ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. ആ സ്വർഗത്തിൽ ഏറ്റവും കൂടുതലല്ലെങ്കിൽ ആദ്യമായി പ്രവേശിച്ചിട്ടുള്ള ആളുകൾ അവർ ദരിദ്രരാണ്. എന്നാൽ സമ്പത്തുള്ള ആളുകളെ പ്രവേശനത്തിനുള്ള അനുമതികൾ ലഭിക്കാതെ തടയപ്പെട്ടിട്ടുണ്ട്. സമ്പത്തുള്ള ആളുകളെക്കാൾ മുൻപന്തിയിൽ സ്വർഗത്തിലേക്ക് കടന്നിട്ടുള്ളത് പാവപ്പെട്ട ആളുകളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നു. പ്രവാചകൻ അതേ ഹദീസിൽ വിശദീകരിച്ചു, നരകത്തിലേക്ക് ചില ആളുകളെ ഇങ്ങനെ ആനയിക്കുന്നുണ്ട്. ആ നരകത്തിലേക്ക് ഞാൻ നോക്കിയപ്പോൾ അതിലേറ്റവും കൂടുതൽ എനിക്ക് പ്രവേശിച്ചത് കണ്ടിട്ടുള്ളത് അന്നിസാ, അത് ആരാണ്? സ്ത്രീകളാണ്. ഈ ഹദീസിൽ നിന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്കൊക്കെ പടച്ചവൻ ഒരുപാട് സമ്പത്തുകൾ നൽകിയിട്ടുണ്ട്, അല്ലേ? നമ്മൾ ചിന്തിക്കുക, ഈ സമ്പത്തൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കാനുള്ളതാണ്. അത് അനുഗ്രഹമായി തന്നതാകാം, അത് പരീക്ഷണമായി കൊണ്ട് തന്നതാകാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നോക്കൂ നിങ്ങൾ, സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ആളുകളെ, സമ്പന്നരെ തടഞ്ഞു വെച്ച് പാവപ്പെട്ട ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച രംഗം ഞാൻ കണ്ടു എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രവാചകൻ പറഞ്ഞത് സഹോദരിമാരോടാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അന്നിസാ, സ്ത്രീകളെയാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ട്? പ്രവാചകന്റെ മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, നന്ദികേടിന്റെ വർത്തമാനങ്ങൾ അവർ അധികരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങൾ അല്ലേ തൻ്റെ ഭർത്താവ് ചെയ്തു കൊടുത്താലും ഒന്നും കിട്ടാത്തതുപോലെ, ഒന്നും ലഭിക്കാത്തതുപോലെ നന്ദി കെട്ട വർത്തമാനങ്ങൾ പറയുന്ന ചില സ്ത്രീകളുണ്ട് എന്നുള്ളതാണ്. അല്ലേലും നിങ്ങൾ എനിക്ക് എന്താ ചെയ്തു തന്നത്, എന്താ നിങ്ങൾക്ക് വാങ്ങി തന്നിട്ടുള്ളത്, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതെന്താ നിങ്ങൾ എനിക്ക് വാങ്ങിത്തന്നാൽ എന്ന് പലപ്പോഴും ഇത്തരം നന്ദി കെട്ട വർത്തമാനങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് സ്ത്രീകളിൽ ഭൂരിഭാഗം ആളുകളും നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മിഅ്റാജിന്റെ രാത്രിയിൽ, നോക്കൂ നിങ്ങൾ, അവിടെ നിന്ന് ആ നരകത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ട സംഭവങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അതുമാത്രമല്ല, പ്രവാചകൻ മിഅ്റാജിന്റെ സന്ദർഭത്തിലാണ് 50 നേരത്തെ നമസ്കാരങ്ങൾ ഈ ഉമ്മത്തിന് 5 വക്തായി കൊണ്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഫറള മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഫറളല്ലാഹു അലാ ഉമ്മത്തി 50 സ്വലാ, 50 നേരത്തെ നമസ്കാരങ്ങൾ അവിടെ നിന്ന് നിർബന്ധമാക്കി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫറജഅത് ബിദാലിക ഹത്താ മററത് അലാ മൂസ, ആ 50 നേരത്തെ നമസ്കാരങ്ങൾ നിർബന്ധമാക്കിക്കൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ മൂസാ നബിയുടെ അരികിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു പോരുന്നത്. ഫഖാല, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനോട് ചോദിച്ചു, മാ ഫറളല്ലാഹു ലക അലാ ഉമ്മത്തി, നിങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി
അല്ലാഹു എന്താണ് ഫർളാക്കിയിട്ടുള്ളതെന്ന് അവിടുന്ന് പ്രവാചകനോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചപ്പോൾ പ്രവാചകൻ ഉത്തരം കൊടുത്തിട്ടുള്ളത് ഫറള ഹംസീന സ്വലാ, 50 വക്ത് നമസ്കാരമാണ് സമുദായത്തിന് നിർബന്ധമാക്കിയിട്ടുള്ളത്. മൂസാ നബി മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുള്ളത് ഫർജിഅ്, നീ മടങ്ങണം, ഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്ക് തന്നെ നീ മടങ്ങണം. ഫഇന്നി ഉമ്മതക ലാ തുതീഖു ദാലിക, നിന്റെ ഉമ്മത്തിന് അത് പ്രയാസമാണെന്ന് നിന്റെ റബ്ബിനോട് നീ പറയണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫർജിഅ്, അതാ അവിടുന്ന് ഫറജഅതു, അവിടുന്ന് അല്ലാഹുവിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഫഫലഅ ശതറഹാ, അവിടുന്ന് അതാ പ്രവാചകൻ അതിന് പകുതിയാക്കിക്കൊണ്ട് നൽകുകയും ചെയ്തു. 50 വക്ത് അതിന്റെ പകുതിയാക്കിക്കൊണ്ട് നൽകി. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? വീണ്ടും അതാ ഫറജഅത് ഇലാ മൂസാ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് തന്നെ പ്രവാചകൻ മടങ്ങി വന്നു. എന്നിട്ട് അവിടുന്ന് ചോദിച്ചു, എന്താണ് ചെയ്തിട്ടുള്ളതെന്ന്. അത് പകുതിയാക്കി തന്നിട്ടുണ്ടെന്ന് മൂസാ നബിയോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ ഫഖാല റാജിഉ റബ്ബിക, മൂസാ നബി പറഞ്ഞു, വീണ്ടും നീ തിരിച്ചു പോവുക റബ്ബിക, നിന്റെ റബ്ബിലേക്ക്. എന്നിട്ട് അവിടുന്ന് റബ്ബിനോട് നീ പറയണം ഫഇന്നക ഉമ്മതക ലാ തുതീഖു, എന്റെ ഉമ്മത്തിന് ഇത് പ്രയാസമാകുമെന്ന് നിന്റെ റബ്ബിനോട് നീ പറയണം. അങ്ങനെ തിരിച്ചു ചെല്ലുന്നു പ്രവാചകൻ, റബ്ബിനോട് പറയുന്നു. അവിടുന്നതാ അത് പകുതിയാക്കി കൊടുക്കുന്നു. 50 25 25-നെ അല്ലാഹു പകുതിയാക്കി അല്ലാഹുവിൽ നിന്ന് വീണ്ടും തിരിച്ചു കൊണ്ടതാ മൂസാ നബിയുടെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരികയാണ്. മൂസാ നബി ചോദിക്കുന്നു, എന്താണ് ചെയ്തിട്ടുള്ളത്? പകുതിയാക്കിയിട്ടുണ്ടെന്ന്. മൂസാ നബി അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, നീ തിരിച്ചു പോകണം നിന്റെ റബ്ബിലേക്ക്, നിന്റെ ഉമ്മത്തിന് അതിന് പ്രയാസമാകുമെന്ന് പറയണം. വീണ്ടും പ്രവാചകൻ കടന്നു ചെല്ലുകയാണ്. റബ്ബിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പറയുന്നു, അങ്ങനെ യദാ അല്ലാഹു ഹിയ ഹംസു വഹിയ ഹംസൂൻ, 5 വക്ത് നമസ്കാരമാക്കിക്കൊണ്ട് മാറ്റുന്നു. അവിടുന്നതാ പറയുന്നു, ലാ യുബദ്ദിലുൽ ഖൗല ലദയ്യ, 50 വക്തിന്റെ നമസ്കാരത്തിന്റെ പ്രതിഫലമുണ്ട്. 5 വക്ത് നമസ്കരിക്കുന്നതിൽ എന്റെ വാക്ക് ഞാൻ ഒരിക്കലും തന്നെ തെറ്റിക്കുകയില്ല എന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ഫറജഅത് ഇലാ മൂസാ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. മൂസാ നബിയോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഫഖാല, മൂസാ നബി പറയുന്നു, റാജിഇ റബ്ബിക, നിന്റെ റബ്ബിലേക്ക് നീ വീണ്ടും തിരിച്ചു പോകണം. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂസാ നബിയോട് പറഞ്ഞ വാക്കിങ്ങനെയാണ്, ഇസ്തഹൈതു മിൻ റബ്ബി, എന്റെ റബ്ബിലേക്ക് ഇനിയും ഞാൻ തിരിച്ചു ചെല്ലാൻ എനിക്ക് ലജ്ജ തോന്നുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രതികരിച്ചിട്ടുള്ളത്. 50 വക്തുള്ള നമസ്കാരത്തെ 5 വക്താക്കിക്കൊണ്ട് നിശ്ചയിക്കപ്പെട്ട ഒരു യാത്രയായിരുന്നു മിഅ്റാജിന്റെ യാത്ര എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഈ ഹദീസിൽ ഉൾക്കൊള്ളേണ്ട വലിയൊരു ഗുണപാഠങ്ങളുണ്ട്. 50 വക്ത് നമസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലമാണ് 5 നേരം നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരത്തിന് നമുക്ക് ലഭിക്കുന്നത്. അതുപോലും നമുക്ക് പ്രയാസമാകുന്നുണ്ട് എങ്കിൽ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. സ്വഹാബാക്കൾ യുദ്ധമുഖത്ത് വരെ ആ നമസ്കാരങ്ങൾ അതിൻ്റെ സമയങ്ങളിൽ നിർവഹിച്ചു എന്നാണ് ചരിത്രങ്ങൾ നമ്മളെ രേഖപ്പെടുത്തി തരുന്നത്. തബൂക്കിന്റെ യുദ്ധവേളയിലോ
അല്ലെങ്കിൽ മറ്റൊരു യുദ്ധവേളയിൽ ഒരു സ്വഹാബ വുളു ഉണ്ടാക്കി അല്ലേ നമസ്കരിക്കാൻ വേണ്ടി ജമാഅത്തിന് കൂടാൻ വേണ്ടി യുദ്ധസമയത്ത് ജമാഅത്തിന് കൂടാൻ വേണ്ടി അല്പം നേരം വൈകി വന്നു. നമ്മൾ ആലോചിക്കണം, ആ ജമാഅത്ത് അവിടെ കഴിഞ്ഞിരുന്നു, അദ്ദേഹത്തിന് ആ ജമാഅത്ത് ലഭിച്ചിട്ടില്ല. പിന്നീട് ആ യുദ്ധങ്ങൾ ഏത് സമയത്ത് പറയുമ്പോൾ അദ്ദേഹം ആ യുദ്ധമെന്ന് കേൾക്കുമ്പോൾ പൊട്ടി പൊട്ടി കരയുമായിരുന്നു എന്നാണ് ചരിത്രം നമ്മളെ രേഖപ്പെടുത്തി തരുന്നത്. എന്തേ? തൻ്റെ ജമാഅത്തിന്റെ കാര്യം ആലോചിച്ചുകൊണ്ടാണ് ആ സ്വഹാബ കരഞ്ഞിട്ടുള്ളത് എങ്കിൽ സഹോദരി സഹോദരന്മാരെ, എത്ര ജമാഅത്തുകൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ശറഈയായിട്ടുള്ള കാരണങ്ങളില്ലാതെ എത്ര നമസ്കാരങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇതുപോലെ മനസ്സിലൊരു ചൊറിച്ചിൽ, ഇതുപോലെ മനസ്സിലൊരു വീണ്ടും വിചാരങ്ങൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാറുണ്ടോ? നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. അതുകൊണ്ട് നമ്മുടെ നമസ്കാരത്തെ നമ്മൾ എന്താക്കേണ്ടതുണ്ട്? കൃത്യസമയത്ത് നമുക്ക് നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. അവിടുന്ന് വിളിച്ചു പറഞ്ഞു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവിടുന്ന് ഞാൻ വിളിച്ചു പറയുന്നത് കേട്ടു. എന്താണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? ഒരു വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയാണ്, ഞാൻ എൻ്റെ നിർബന്ധ നമസ്കാരം നടപ്പിലാക്കിയിരിക്കുന്നു. ആ മിഅ്റാജിന്റെ വേളയിൽ പ്രവാചകൻ കേട്ട സംഭവമാണിത്. എന്നിട്ട് പറയുന്ന വാക്കെന്താ? അടിമകൾക്ക് ഞാൻ ലഘൂകരണം നടത്തിയിരിക്കുന്നു എന്നുള്ളത്. 50 വക്താണ് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടതെങ്കിലോ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. അതിനെ നമുക്ക് ലഘൂകരണമാക്കിക്കൊണ്ട് റബ്ബാക്കി തന്നു എന്ന് വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കത് വിശദീകരിച്ചു തന്നു. സഹോദരന്മാരെ, എത്ര അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ്, സംഭവങ്ങളാണ് ആ യാത്രയിൽ നടന്നിട്ടുള്ളത്. അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയുണ്ടായി. 7 ആകാശങ്ങൾക്കപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഅ്മൂറിനെ കുറിച്ച് അവിടുന്ന് പറയുകയുണ്ടായി. ആ മഅ്മൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ കഅബക്കു മീതെ, കഅബക്കു മുകളിലായിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്നതാണ് ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്നത്. ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്നത് നമുക്കറിയാം, കഅബക്ക് ചുറ്റിലും ഇന്നാളുകൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിന്റെ 26-ാമത്തെ വചനത്തിൽ പറഞ്ഞല്ലോ, വഇദ് ബവ്വഅനാ ലിഇബ്രാഹീമ മക്കാനൽ ബൈത്തി. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നാം ആ പുണ്യാലയത്തിന് കഅബയുടെ സ്ഥാനം ഉറപ്പിച്ചു കൊടുത്ത സന്ദർഭം നീ ഓർക്കുക. ഇബ്രാഹിം നബിക്ക് അത് ഉണ്ടാക്കാൻ വേണ്ടി, ആ കഅബാലയം ഉണ്ടാക്കാൻ വേണ്ടി ഉറപ്പിച്ചു കൊടുത്ത സന്ദർഭം നീ ഓർക്കുക. എന്നിട്ട് ഇബ്രാഹിം നബിയോട് അല്ലാഹു അന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനം എന്താ? അല്ലാ തുശ്രിക് ബി ശൈആ, അതിൽ യാതൊരു വസ്തുവിനോടും നീ പങ്കു ചേർക്കരുതേ. ആ ആരാധനത്തിൽ ഒരാളിലും നീ പങ്കു ചേർക്കാൻ പാടില്ല. ആരാധനയം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ആ കഅബാലയം എന്തിനു വേണ്ടിയിട്ടാണ് നീ പടുത്തുയർത്തിയിട്ടുള്ളത്? വതഹ്ഹിർ ബൈതിയ ലിത്വാഇഫീന വൽ ഖായിമീന വറുക്കഇസ് സുജൂദ്. അവിടെ നിന്നുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്, ആ കഅബാലയത്തിൽ പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ കഅബാലയത്തിൽ സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ കഅബാലയത്തിൽ റുകൂഅ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനെ നിനക്ക് പരിശുദ്ധിയാക്കിയിട്ടുള്ളത്, അതിനെ നീ ശുദ്ധമാക്കേണ്ടതെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തിന്റെ കാര്യങ്ങളാണ് ഇന്നും കഅബാലയത്തിൽ ആളുകൾ അതിന് പ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഅബാലയത്തിൽ മാത്രമല്ല,
പ്രദക്ഷിണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറിച്ച് മനുഷ്യർ മാത്രമല്ല, അങ്ങ് ആ കഅബാലയത്തിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മഅമൂറിൽ മാലാഖമാർ അവിടെ ഈ കഅബാലയത്തിന് ചുറ്റിലും പ്രദക്ഷിണം നടത്തുന്നത് പോലെ മലക്കുകളും പ്രദക്ഷിണം നടത്തുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മിഅ്റാജിന്റെ രാത്രിയിൽ അവിടുന്ന് കാണുകയുണ്ടായി. പ്രവാചകൻ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ്: സുമ്മ റുഫിഅ ലി ബൈത്തുൽ മഅമൂർ, ശേഷം അതാ ബൈത്തുൽ മഅമൂറിലേക്ക് എന്നെ ഉയർത്തപ്പെട്ടു. 7 ആകാശത്തിനപ്പുറത്തേക്ക് ബൈത്തുൽ മഅമൂറിലേക്ക് എന്നെ ഉയർത്തപ്പെട്ടു. ഈ സമയത്ത് ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ ജിബ്രീൽ, ഏ ജിബ്രീലേ, മാ ഹാദാ, ഇത് എന്താണ്? ഖാല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എനിക്ക് ഉത്തരം നൽകി, ഹാദാ ബൈത്തുൽ മഅമൂർ, ഇത് ബൈത്തുൽ മഅമൂറാണ്. യദ്ഖുലൂന കുല്ല യൗമിൻ 70,000 മലികിൻ ഇദാ ഖറജൂ മിൻഹു ലം യഊദ ഫീഹി ആഖിറ മാ അലൈഹാ. എന്നിട്ട് അതിന്റെ പ്രത്യേകത ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ആ ബൈത്തുൽ മഅമൂറിൽ എല്ലാ ദിവസവും 70,000 മലക്കുകൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എത്ര മലക്കുകൾ ഓരോ ദിവസവും പ്രവേശിക്കുന്നത്? 70,000 മലക്കുകൾ. അതിൽ നിന്ന് പുറത്തുപോയ ഒരു മലക്കും പിന്നീട് അതിലേക്ക് തിരിച്ചു വരുന്നതല്ല, പിന്നീട് ഒരിക്കലും തന്നെ തിരിച്ചു വരുന്നതല്ല. എങ്കിൽ ആലോചിക്കണം, അല്ലാഹു സംവിധാനിച്ചിട്ടുള്ള മലക്കുകളുടെ എണ്ണം എത്രയാണ്? നോക്കൂ നിങ്ങൾ, ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് 70,000 മലക്കുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വന്ന മലക്കുകൾ ഒരിക്കലും തന്നെ തിരിച്ചു വരൂല. അതിങ്ങനെ അവർ ആ കഅബാലയത്തിനെ പ്രദക്ഷിണം ചെയ്യുന്നത് പോലെ ഈ ബൈത്തുൽ മഅമൂറിൽ വെച്ചുകൊണ്ട് മാലാഖമാർ പ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ കണ്ട സംഭവങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നു. സഹോദരന്മാരെ, ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂചിപ്പിച്ചു വന്നിട്ടുള്ളത് ഇസ്റാ മിഅ്റാജിൻ്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട കാഴ്ചകളും അനുഭവങ്ങളും സംഭവങ്ങളുമാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ഖുത്ബകളിലായിക്കൊണ്ട് നമുക്ക് വിശദീകരിക്കാം. 2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. നമുക്കറിയാം, ഏറ്റവും നല്ല സ്വതഖ അത് നമ്മൾ വെള്ളിയാഴ്ച നൽകുന്ന സ്വതഖകളാണ്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കലക്ഷന് ദഅവ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്താക്കണം? അകമഴിഞ്ഞുകൊണ്ട് നമ്മുടെ സമ്പത്തുകൾ അകമഴിഞ്ഞുകൊണ്ട്, ഇവിടെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ സമ്പത്തുകൾ നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധ്യമാകണം. കാരണം സമ്പത്തുള്ള ആളുകൾ ദരിദ്രരേക്കാൾ മുൻപന്തിയിൽ സ്വർഗത്തിലേക്ക് കടന്ന രംഗാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിൻ്റെ വേളയിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു നമുക്ക് സമ്പത്ത് ഒരുപാട് നൽകിയിട്ടുണ്ട് എങ്കിൽ അതൊരു പരീക്ഷണമാണ്. നമ്മൾ കൊടുക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചോദിക്കപ്പെടുമ്പോൾ നൽകുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതുകൊണ്ട് ഇത്തരം അവസരങ്ങളൊക്കെ നമ്മൾ എന്താക്കണം? ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമത്തത്, നമ്മുടെ പള്ളിയിലേക്ക് സ്ഥിരമായിക്കൊണ്ട് ഉണ്ടാകുന്ന ഒരാളാണ് ആസിഫ് എന്നുള്ള സഹോദരൻ. അദ്ദേഹത്തിൻ്റെ അനിയന് ഒരു ഓപ്പറേഷനത്തിന് വിധേയമാകാൻ പ്രാർത്ഥിക്കണമെന്ന് ഖുതുബക്ക് കയറുന്നതിന് മുമ്പ് അദ്ദേഹം വിളിച്ചിട്ടുണ്ട്.
നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ആ സഹോദരന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനകളുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ ഏറ്റവും വിജയകരമാക്കിക്കൊണ്ട് മാറ്റുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണാരോഗ്യവും ദീർഘായുസ്സും ഇത്തരം രോഗികൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ മാരകമായ രോഗത്തെ തൊട്ട് അള്ളാഹു നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി കൊണ്ട് ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു കൂട്ടരെ സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടരെ നരകത്തിലേക്കും വേർതിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വേർതിരിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രകൃതി ദുരിതങ്ങളിൽ നിന്നും അസഹീനമായിട്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്നും മാരകമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജോലികളിൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. മുസ്ലിമായിക്കൊണ്ട് ജീവിക്കാനും മുസ്ലിമായിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم